വയനാട് മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മന്ത്രിസഭായോഗം ഇതിന് അംഗീകാരം നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, വയനാട് മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നാണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. തുടർ നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കും? ആരോഹിണി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കവെയാണ് ഈ പറയുന്ന പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ജനുവരി 1 ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സത്യാമൂലത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ദുരന്ത നിവാരണ ഫണ്ട്, അതായത് അതിന്റെ മാനദണ്ഡങ്ങൾ കണക്കാക്കാതെ വിനിയോഗിക്കാമെന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് AST ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞ ഒരു വാദം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ നിയമത്തിലെ ചില ചട്ടങ്ങൾ അത് ഈ ഫണ്ട് വിനിയോഗത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വാദഗതിയായിരുന്നു. പക്ഷെ അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിതീവ്ര ദുരന്തമായിട്ട് നിലവിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരന്ത നിവാരണ ഫണ്ടിലെ പണം അത് വിനിയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങൾ കണക്കാക്കേണ്ടതില്ല എന്നും അതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് നീങ്ങാമെന്നുമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 120 കോടി രൂപ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയതായിട്ടും കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിതീവ്ര ദുരന്തമായിട്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ പ്രഖ്യാപിച്ചതായിട്ട് നിലവിൽ സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി കടക്കാനുള്ളതെന്നും നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രേഖാമൂലം തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഇന്ന് ഒരു പ്രദേശവാസി ഹൈക്കോടതി അറിയിച്ചത് ഈ പറയുന്ന പുനരധിവാസ കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രദേശവാസികളും അല്ലെങ്കിൽ ദുരിതബാധിതരുമായിട്ട് ചർച്ച ചെയ്യാതെയാണ് സർക്കാർ തീരുമാനിച്ചതെന്നുള്ള ഒരു വാദഗതി പ്രദേശവാസി ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം പക്ഷേ അടുത്ത തവണ പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും 16-ാം തീയതിയിലേക്ക് ഈ കേസ് അടക്കമുള്ള വിഷയം ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ മാനദണ്ഡങ്ങളും, അതായത് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് ദുരന്ത നിവാരണ ഫണ്ട് അത് ഏത് വിധത്തിലും സംസ്ഥാന സർക്കാരിന് വിനിയോഗിക്കാം. അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ വിനിയോഗിക്കാൻ കൂടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായിട്ടും AST ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി.